ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 വിജയകരമായി വിക്ഷേപിച്ച് ISRO. വൈകുന്നേരം 5:26 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. മൾട്ടി ബാൻഡ് സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് CMS-03. വിക്ഷേപണം വിജയകരമായതിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ISROയെ അഭിനന്ദിച്ചു. 2047 വികസിത രാജ്യമാവുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തുല്യ പങ്കാളിത്തം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ പതഞ്ജലി സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. നാളെ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യൻ കയർ കയറ്റുമതി ഫെഡറേഷൻ പ്രതിനിധികളുമായും കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊല്ലം നഗരപരിധിയിലെ സ്കൂളുകൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം അവധിയായിരിക്കും. മറ്റന്നാൾ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. എമർജിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 1 ലക്ഷം കോടി രൂപയുടെ ഗവേഷണ വികസന ഇന്നൊവേഷൻ സ്കീം ഫണ്ടിനും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിക്കും. രാജ്യത്തെ ഗവേഷണ വികസന ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയാണ് കോൺക്ലേവ് ലക്ഷ്യമിടുന്നത്. ചിന്തകളെ പരിപോഷിപ്പിക്കുകയും വ്യക്തികളെയും സമൂഹത്തെയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന ഇടമാണ് ഗ്രന്ഥശാലകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരത്ത് PN പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായനയിലൂടെ കേരള സമൂഹം ആർജിച്ച മുന്നേറ്റത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമൂഹത്തെ ശാക്തീകരിക്കുന്ന ഗ്രന്ഥശാലകൾ എന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ +1, +2 വിദ്യാർത്ഥിനികൾക്കായുള്ള HPV വാക്സിനേഷൻ പദ്ധതി നാളെ ആരംഭിക്കും. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കണ്ണൂർ ജില്ലയിലാണ് ആദ്യം പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് പദ്ധതിയുടെ ഭാഗമായി 58 കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ കൂടി ആരംഭിച്ചു. ക്യാൻസർ രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനാണ് കാരുണ്യസ്പർശം കൗണ്ടറുകൾ ലക്ഷ്യമിടുന്നത്. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 299 റൺ വിജയലക്ഷ്യം. ഇന്ത്യയ്ക്കായി ഷെഫാലി വർമ്മ 87ഉം ദീപ്തി ശർമ്മ 58ഉം റൺ നേടി. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 4ാമത് ആഗോള മറൈൻ സിംപോസിയം മീക്കോസ് 4 മറ്റന്നാൾ കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടക്കമാകും. സമുദ്ര ആവാസ വ്യവസ്ഥ, മത്സ്യബന്ധനം, അക്വാകൾച്ചർ എന്നീ രംഗങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ചയാകും. ശബരിമല തീർത്ഥാടകർ ഉപയോഗിക്കുന്ന വിവിധ റോഡുകളുടെ നവീകരണത്തിനായി 377.8 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 10 ജില്ലകളിലെ 82 റോഡുകൾക്കാണ് തുക അനുവദിച്ചത്. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല നട ഈ മാസം 16 തുറക്കുക. ഡോക്ടർ പൽപ്പുവിന്റെ 162ാമത് ജന്മദിന സമ്മേളനം തിരുവനന്തപുരത്ത് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KG ബാബുരാജിന് പൽപ്പു ഫൗണ്ടേഷൻ പുരസ്കാരം മന്ത്രി V ശിവൻകുട്ടി സമ്മാനിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ നാളെ കണ്ണൂരിൽ. സുപ്രീം കോടതി മുൻ ജഡ്ജി CT രവികുമാർ ഉദ്ഘാടനം ചെയ്യും. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിക്കും. 479 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. പരുമല തീർത്ഥാടന വാരാഘോഷ സമാപനവും തീർത്ഥാടക സംഗമവും ഇന്ന് നടക്കും. നാളെയാണ് പെരുന്നാൾ. തിരുവല്ല, മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് ഉത്തരവ് ബാധകമല്ല. ഈ വർഷത്തെ കേരള കലാമണ്ഡലം കഥകളി സംഗീത പുരസ്കാരം കലാമണ്ഡലം മോഹനകൃഷ്ണന്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് കഥകളി സംഗീതം പഠിച്ച അദ്ദേഹം വിശ്വഭാരതി സർവകലാശാലയിൽ കഥകളി സംഗീതത്തിൽ അസിസ്റ്റന്റ് ലെക്ചററായി പ്രവർത്തിച്ചിട്ടുണ്ട്. സർദാർ at 150 ഏകതാ പദയാത്രയുടെ ഭാഗമായുള്ള പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പദയാത്ര നാളെ VK ശ്രീകണ്ഠൻ MP പാലക്കാട് കോട്ടമൈതാനത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. NSS, NCC തുടങ്ങിയവയിലെ വിദ്യാർത്ഥികളും യുവജന ക്ലബ്ബ് പ്രതിനിധികളും പദയാത്രയിൽ അണിചേരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.